5.5 വർഷം മുൻപ് അഗ്നിബാധയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച നോത്രദാം കത്തീഡ്രൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കു ശേഷം ഡിസംബർ 7 തുറക്കും. ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കത്തീഡ്രലിൽ സന്ദർശനം നടത്തിയതോടെ ലോകശ്രദ്ധ മുഴുവൻ കത്തീഡ്രലിലാണ്. ഏപ്രിൽ 15 പാരീസിലെ അത്യാകർഷകമായ 850 വർഷത്തിലധികം പഴക്കമുള്ള ഗോഥിക് വാസ്തുശൈലിയുടെ മാസ്റ്റർപീസായ നോത്രദാം കത്തീഡ്രലിലുണ്ടായ അഗ്നിബാധ ലോകത്തെ ഞെട്ടിച്ചു. മധ്യകാലഘട്ടത്തിലെ കലാവിസ്മയമായ നോത്രദാമിന്റെ മേൽക്കൂരയിലേക്ക് തീ പടരുന്നതും മണിഗോപുരങ്ങൾ തീഗോളങ്ങളായി മാറുന്നതുമെല്ലാം ലോകം ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. വിക്ടർ ഹ്യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന ഇതിഹാസ സമാനമായ നോവലിന്റെ പശ്ചാത്തലമായിരുന്നു നോത്രദാം കത്തീഡ്രൽ. നോത്രദാം കത്തീഡ്രലിന്റെ പുനരുദ്ധാരണത്തിനായി ലോകത്തെല്ലായിടത്തു നിന്നും പണമൊഴുകി. ശതകോടീശ്വരനായ ഫ്രാങ്കോയിസ് ഹെൻറി പിനോൾട്ടും അർണോൾട്ട് കുടുംബവുമെല്ലാം വലിയ തുകകൾ സംഭാവന ചെയ്തു. ആകെ 88 കോടിയിലധികം ഡോളർ ലഭിച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു. 5 വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനത്തിനു ശേഷം പഴയ കത്തീഡ്രലിന്റെ പ്രൗഢിയോടെ തന്നെയാണ് നോത്രദാം കത്തീഡ്രൽ പുനർജനിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വാസ്തുശില്പികളാണ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായത്. ഫർണിച്ചറുകൾ പഴയ ശൈലിയിൽ തന്നെ പുനർനിർമ്മിക്കപ്പെട്ടു. അഗ്നിബാധയിൽ നശിച്ചുപോകാതിരുന്ന രത്നങ്ങൾ പതിച്ച പാനപാത്രങ്ങളടക്കമുള്ള വസ്തുക്കൾ കത്തീഡ്രലിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. ഡിസംബർ 7 കത്തീഡ്രലിനു മുന്നിൽ ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസംഗത്തിന് ശേഷം പാരീസ് ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ചാണ് പള്ളി തുറന്നു കൊടുക്കുക. റിസർച്ച് ഡെസ്ക് 24.